നമുക്ക് നിധിയുടെ സുധീഷിന്റെ വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സുധീഷിനെ അപ്രതീക്ഷിതമായിട്ട് രാജീവ് കാണുന്നുണ്ട്. അങ്ങനെ കണ്ടുമുട്ടണ സമയത്ത് സുധീഷും രാജീവും തമ്മിൽ ചില വെല്ലുവിളികളൊക്കെ നടത്തുന്നുണ്ട്. കാരണം തൻ്റെ മോളെ താൻ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ നിധിയുടെ അച്ഛൻ സുധീഷിനെ വെല്ലുവിളിച്ച് പറയണം. ഇത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കൊണ്ടുപോയിക്കോളാനൊക്കെ പറയണം. സുധീഷ് പക്ഷേങ്കിൽ അതത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ രാജീവൻ അങ്ങനെ ആയിരുന്നില്ല. സുധീഷ് പിന്നീട് നേരെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് ഇന്നു. അതിനുശേഷം രാജീവനെ കണ്ട കാര്യങ്ങളൊക്കെ പറയണം. നിധിയുടെ അച്ഛനെ വെല്ലുവിളി നടത്തിയെന്നൊക്കെ പറഞ്ഞു. 7 ദിവസത്തിനുള്ളിൽ നിധിയെ കൂട്ടിക്കൊണ്ട് പോകുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹരീഷ് പറഞ്ഞു ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എവിടുന്ന് അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ലടാ. അയാൾക്ക് അങ്ങനെ പെട്ടെന്ന് ഒന്ന് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന കാര്യമൊക്കെയാണോ? അല്ലെങ്കിൽ നിധി സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിധിക്കറിയാം ആ കുടുംബക്കാരുടെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നിധി ഒരിക്കലും അങ്ങോട്ടേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ സുധീഷിൻ്റെ ആ കണക്കൂട്ടുകൾ തെറ്റായിരുന്നു. രാജീവ് ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് രാജീവ് നിധിയെ കാണേണ്ടി വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ വരുന്ന വഴിക്ക് വീട് എവിടെയാ എന്താണെന്നും അറിയത്തില്ല. അപ്പോഴാണ് സുധീഷിനെ കാണുന്നത്. അങ്ങനെ സുധീഷിനോട് വഴിയൊക്കെ ചോദിച്ച്, സുധീഷിനല്ല സുഭാഷിനെ കാണുന്നത്. സുഭാഷിനോട് വഴിയൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞു അതെ ഞാൻ ആ വീട്ടിലാണ് എന്ന് പറഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ സുഭാഷ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുക. പിന്നീട് നിധിയെ വിളിച്ചിട്ട് സർപ്രൈസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നിധിയെ സന്തോഷത്തോടെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ അച്ഛനെയാണ് കാണുന്നത്. ഒരു നിമിഷം അന്താളിച്ചു പോയി. വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അച്ഛാന്നും വിളിച്ചങ്ങോട്ട് ഇറങ്ങി ചെന്നു. അപ്പോഴേക്കും രാജീവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. രാജീവൻ അവിടെയൊക്കെ നോക്കിയായിരുന്നു. കാരണം ആ വീടും പരിസരവും കണ്ടു കഴിഞ്ഞപ്പോൾ രാജീവിന് ഭയങ്കര വിഷമം വന്നു. രാജകുമാരിയെ പോലെ വളർത്തിയ തൻ്റെ മോള് ഇവിടെ കുപ്പത്തൊട്ടിയിൽ പോലുള്ളൊരു വീട്ടിൽ കിടക്കണു. പക്ഷെ ആ ഭാവപ്രകടനങ്ങളൊന്നും രാജീവിൻ്റെ മുഖത്തുണ്ടായില്ല. രാജീവ് മോളെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോഴേക്കും നിധിക്ക് ഭയങ്കര സന്തോഷമായി. തൻ്റെ അച്ഛൻ തന്നെ കാണാൻ വന്നല്ലോ, പിണക്കങ്ങളൊക്കെ മാറിയില്ലെന്ന് ഓർത്തിട്ട് പിന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. ആ സമയത്ത് ഭാസ്കറിന് ചില സംശയങ്ങളൊക്കെ തോന്നി. ഇത്ര പെട്ടെന്ന് നിധിയെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തേലും ഒരു ചതി ഉണ്ടായിരിക്കുമെന്ന്. പിന്നീട് ഭാസ്കറിനെ അവിടെയുള്ള ഓരോരുത്തരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. സുധീഷ് വീട്ടിലേക്ക് എത്തിയില്ലായിരുന്നു. അപ്പോഴേക്കും നികേഷ് വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ സുധീഷേട്ടനെ വിളിച്ചു പറയാമെന്ന് പറഞ്ഞു. രാജീവ് പറഞ്ഞേ അങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല, ജോലിക്ക് പോയേക്കല്ലേ, ജോലി കഴിഞ്ഞിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ഒടുവിൽ ചായയൊക്കെ വെച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട് സുഭാഷ്. നിധിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നിധി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലോ ഇങ്ങനെയൊരു ട്വിസ്റ്റ്. പിന്നീട് രാജീവ് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ് നിധിയോട്. അപ്പം നിധി പറഞ്ഞു എനിക്കിവിടെ സുഖമാച്ചാ, ഞാനിവിടെ ഹാപ്പിയാന്ന് പറഞ്ഞു. പിന്നെ ജോലിക്ക് വേണ്ടി ട്രൈ ഒക്കെ ചെയ്യുന്നുണ്ട്, 1-2 ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു പറഞ്ഞു. അതിനുശേഷമാണ് രാജീവ് കാര്യം പറയുന്നത്. മോളെ ഇതുമായി ഇത്രമായി, മോൾക്ക് ഒരു കുറച്ച് ദിവസം വീട്ടിൽ വന്ന് ഇന്നുകൂടെയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വല്ലാതെ ഞെട്ടിപ്പോയി നിധി. കാരണം തന്നെ മാത്രം കൊണ്ടാനുള്ള പ്ലാനാണോ? ഭാസ്കരൻ ചോദിച്ചു അതെന്താ അങ്ങനെ? മോളെ കൂട്ടിക്കൊണ്ട് പോകാനാണെന്ന് ചോദിച്ചു. അങ്ങനെയല്ല, 2 പേരും കൂടെ വന്നിരിക്കുന്ന കാര്യം പറഞ്ഞ് സുധീഷിനെ കൂടെ കൂട്ടിക്കൊണ്ടേ. അത് കേട്ടപ്പോൾ നിധിയുടെ മുഖത്തൊരു സന്തോഷമൊക്കെ ആയി. കാരണം തന്നെ കൊണ്ട് ട്രാപ്പിൽപ്പെടുത്താനൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു ടെൻഷനായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനുമാണ് സുഭാഷിനൊക്കെ ഒരു സമാധാനമായത്. പിന്നീട് സുഭാഷ് നിധിയെ വിളിച്ചിട്ട് ചോദിച്ചു ആഹാരമൊക്കെ കഴിക്കാൻ കൊടുക്കണ്ടെന്ന് ചോദിച്ചു. വേണം, പക്ഷേ അച്ഛനെ കഴിക്കുമോയെന്ന് അറിയില്ല, അവർക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കേട്ടോണ്ട് രാജീവ് വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ ആഹാരം കഴിക്കുമെന്നാണ് പേടിക്കുമൊന്നും വേണ്ട, ആഹാരം എന്തുവേണം ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അല്ല എന്താ ഇഷ്ടമുള്ളതെന്ന് ചോദിച്ചു. വെജാണോ നോൺ വെജാണോ എന്തുണ്ടാക്കി തന്നാലും കഴിക്കുമെന്ന് പറഞ്ഞു. നിധി പറഞ്ഞു സുഭാഷ് ഏട്ടൻ നല്ല ഒന്നാം തന്നെ ഒരു കുക്കാ, സുഭാഷ് ഏട്ടൻ അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ സുഭാഷ് തൻ്റെ ഫേവറേറ്റ് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി രാജീവിന് കൊടുക്കുകയാണ്. അപ്പോൾ രാജീവ് നിധിയെയും കൂടെ വിളിച്ച് കഴിക്കാൻ. നിധി പറഞ്ഞു ഞങ്ങൾ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അവിടെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പം നിലത്താണ് ഇരുന്നെല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നത്. ഒടുവിൽ രാജുവിന് പ്ലേറ്റ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ രാജു പറഞ്ഞു വേണ്ട, ഇലയ്ക്കകത്ത് തന്നെ മതിയെന്ന് പറഞ്ഞു. ഇലയ്ക്കകത്ത് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നിലത്തിരുന്ന് എങ്ങനെ കഴിക്കണമെന്ന് ഓർത്തോണ്ടാ. ഒടുവിൽ നിലത്തിരുന്ന് തന്നെ രാജു കഴിക്കുകയാണ്. അവിടുത്തെ രീതി അനുസരിച്ച്, ആ വീട്ടിലെ രീതി അനുസരിച്ച് നിലത്തിരുന്ന് കഴിക്കുക. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷിനും ഭാസ്കരനും ഒക്കെ ഒരു അത്ഭുതമായിരുന്നു. കാരണം ഇങ്ങനെ വന്ന് തങ്ങളുടെ വീട്ടിൽ വന്ന് നിധിയുടെ അച്ഛൻ, അതും കോടീശ്വരൻ നിലത്തിരുന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നും അല്ലല്ലോ. അങ്ങനെ ആഹാരം എല്ലാം കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനുമാണ് സുധീഷ് ഹരീഷും കൂടെ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വരണ സമയത്ത് ആ ഒരു കാഴ്ച കാണുന്ന നിധിയുടെ അച്ഛൻ വീട്ടിലെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. നികേഷ് പറഞ്ഞു ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ പിന്നെ വിളിച്ചു പറയാതിരുന്നേ. ആരാ വന്നിരിക്കുന്നു നോക്കാൻ പറഞ്ഞു. ആ സമയത്ത് രാജുവും ചിരിച്ചോണ്ട്
സുധീഷിനോട് ചോദിച്ചു, അല്ല സുധീഷിന് തിരക്ക് ജോലിയായിരുന്നോ എന്ന് ചോദിച്ചു. തിരക്കുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ വന്നിട്ട് കുറച്ച് സമയം ആയെന്നൊക്കെ പറഞ്ഞു. സുധീഷിന് മനസ്സിലായി ഇങ്ങനെ ഒരു പടി മുന്നേ എറിഞ്ഞിരിക്കുക. കാരണം തന്നെ വെല്ലുവിളിച്ചിട്ട് മണിക്കൂറുകൾ കൂടി തന്നെ അയാൾ ഇവിടെ എത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. പക്ഷെ അതൊന്നും അയാൾ പുറമെ കാണിക്കുന്നില്ല. തന്നെ വെല്ലുവിളിച്ച കാര്യം ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ടെൻഷനോടെ നിൽക്കുന്ന കഴിയുമ്പോഴത്തേനും രാജീവ് വന്ന് സുധീഷിന് തോളത്തേക്കാണ് കൈയിട്ടു. എന്താ മരുമാനെ ആകെപ്പാടെ ഒരു അന്താളിപ്പോടെ നിൽക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, അവന് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലാന്ന് തോന്നേ, അതാന്ന് പറഞ്ഞു. വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഏതൊരു വീട്ടിൽ സംഭവിക്കുന്നതൊക്കെ സംഭവിച്ചുള്ളൂ. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം മോൾ ഇഷ്ടമുള്ള ഒരു ചെക്കൻ്റെ കൂടെ ഒളിച്ചോടി പോയി കഴിയുമ്പോഴത്തേനും ഏതൊരു അച്ഛനും അമ്മമാരും ഇങ്ങനെയൊക്കെ പ്രതികരിക്കുള്ളൂ. അങ്ങനെയൊക്കെ പ്രതികരിച്ചു. പക്ഷെ ഇപ്പം എൻ്റെ മോളെ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോൾ അവളെ ഞങ്ങൾ ഒഴിവാക്കിയിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറയുകയാണ്. പക്ഷെ സുധീഷിൻ്റെ കാര്യം അറിയാം. ഇയാൾ വെല്ലുവിളിച്ചിട്ട് വന്നിരിക്കുന്നതാണ്. ഇയാൾ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. പിന്നീട് സുധീഷിൻ്റെ കേൾക്കെ പറയുന്നുണ്ട് നിധിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന കാര്യം. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? നിധിക്ക് ഇവിടെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിധി ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നല്ലേ, അപ്പോൾ അവിടെ വന്ന് നിന്ന് എങ്ങനെ ശരിയാവണമെന്ന് ചോദിച്ചു. അതൊക്കെ ശരിയാവും, ഇൻ്റർവ്യൂവിനൊക്കെ അവിടെ നിന്ന് പോയാലും മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സുഭാഷ് പറഞ്ഞു, അത് ശരിയാ, അങ്ങനെയാണ് നിധി പോട്ടെ എന്ന് പറഞ്ഞു. അല്ല നിധി മാത്രമായിട്ട് എന്ന് പെട്ടെന്ന് നികേഷ് ചോദിക്കുക. അല്ല നിധി മാത്രമായിട്ട് എന്ന് പെട്ടെന്ന് ഭാസ്കരൻ ചോദിക്കുകയാണ്. ആ സമയം സുധീഷ് പറഞ്ഞ് ഞാൻ പോകുന്നൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. സുധീഷിന് ഭയങ്കര ടെൻഷനായിരുന്നു. ഇനിയിപ്പോൾ സുധീഷ് പോകുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിധി പോകാതിരിക്കും എന്നൊരു ചിന്തയായിരുന്നു. സുധീഷ് പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രാജീവ് പറഞ്ഞു, എന്താ ഒരു കാര്യം ചെയ്യുക, മരുമോൻ വരണ്ട, മരുമോന് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്, വരണ്ട, പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ തിരക്കില്ലാത്ത സമയത്ത് ഒന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഇവിടെ നൈസായിട്ട് കൊണ്ടുപോവാനാ, അത് പറ്റില്ലല്ലോ, എന്തേലും ചെയ്തല്ലേ മതിയാവുള്ളൂ. ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായി. ഈ സമയത്ത് നിധിക്കും ആകെപ്പാടെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴേക്കാണ് രാജീവിൻ്റെ ഫോൺ ബില്ലടിക്കുന്നത്. രാജീവ് കോൾ എടുത്തിട്ട് അങ്ങോട്ട് മാറിപ്പോവാണ്. പിന്നീട് സംസാരിച്ചിട്ട് അങ്ങോട്ടേക്ക് വന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിധി ചോദിച്ചു, അച്ഛനിന്ന് തിരിച്ചു പോവോ എന്ന് ചോദിച്ചു. എന്താ മോളെ? അല്ല അച്ഛന് ബുദ്ധിമുട്ടുണ്ടോ? എൻ്റെ മോളെ ഇപ്പം തന്നെ അമ്മ വിളിച്ച് എന്നെ ചീത്ത പറഞ്ഞിട്ടിരിക്കുക. അമ്മയോട് ഞാൻ സംസാരിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞേക്കുന്നതല്ലേ, എന്നിട്ട് ഇപ്പം ഞാനിവിടെ വന്ന് ആഹാരം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്ത പറഞ്ഞിട്ടിരിക്കുക. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ആക്കുന്നില്ല കേട്ടോ. എന്താണെങ്കിലും ഞാൻ ഇന്ന് പോകുന്നില്ല, ഞാനിന്ന് ഇവിടെ സ്റ്റേ ചെയ്യുകയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധിക്ക് അത്ഭുതമായി. അച്ഛനിവിടെ സ്റ്റേ ചെയ്യാനാ? അതേന്ന് പറഞ്ഞു. സുഭാഷിനൊക്കെ സന്തോഷം. അങ്ങനെ കിടക്കാനായിട്ടുള്ള കിടക്കുവരികളും കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം. അവിടെ അധികം സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാവരും നിലത്തല്ലേ കിടക്കണേ. അവിടെ തന്നെ ഒരു ചെറിയ കട്ടിൽ കിടപ്പുണ്ടായിരുന്നു. ആ കട്ടിലേൽ അത്യാവശ്യം ഒരു ചെറിയൊരു ബെഡൊക്കെ എടുത്തിട്ടിട്ട് അത് ഷീറ്റൊക്കെ വരച്ച് സെറ്റ് ചെയ്തു. അപ്പോഴേക്കും നിധി വന്ന് സുഭാഷിനോട് സുഭാഷ് ചേട്ടാ ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അതെന്താ നമ്മളെ? അച്ഛൻ വരാനും പറഞ്ഞിട്ട് മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. അല്ല ഇതെൻ്റെ മുറിയാച്ചാ, ഇവിടെ ഈ വീട്ടിലെ ഒരുമാതിരി കൊള്ളാവുന്ന മുറി ഇതാന്ന് പറഞ്ഞു. അച്ഛൻ ഇവിടെ കിടന്നു, അവിടെ ബെഡ്ഷീറ്റൊക്കെ നല്ല ഉണ്ടായിരുന്നു, അച്ഛൻ കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ നിധി പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സുഭാഷ് പറഞ്ഞു, അല്ല മോളെ അപ്പം നീയോ? ഞാനിവിടെ കിടന്നോളാം, എനിക്ക് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, അറിയാലോ. ഈ സമയം സുഭാഷ് പറഞ്ഞു, അത് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതെന്താ? അല്ല ബാത്റൂമിൻ്റെ കാര്യം. ഭാസ്കരൻ പറഞ്ഞു, അതോർത്ത് എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? 5-6 മിനിറ്റ് പോയി ഇരിക്കുന്നതല്ലേ ഉള്ളൂ, അതിനിപ്പോൾ എത്രമാത്രം സെറ്റപ്പ് വേണമെന്നൊന്നുമില്ലല്ലോ, കാര്യം നടത്തിയാൽ പോരെന്ന് ചോദിച്ചു. സുധീഷ് പറഞ്ഞു, ഒന്നും മിണ്ടാതിരിക്കേണ്ട അച്ഛാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം സുഭാഷ് രാവിലെ എഴുന്നേറ്റ് ബാത്റൂമൊക്കെ ക്ലീൻ ആക്കി ഇടുവാണ്. അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞപ്പോൾ നിധി വന്നിട്ട് പറഞ്ഞു, ഞാനൊക്കെ ചെയ്യുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. വേണ്ട മോളെ, സാരമില്ല, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് രാജീവനും കൂടി വരുവാണ്. അങ്ങനെ പോകാനായിട്ട് റെഡി ആയിരുന്നു. കഴിഞ്ഞപ്പം നിധിയോട് ചോദിച്ചു, എന്നാൽ ശരി മോൾ എന്നോടൊപ്പം വരത്തില്ലേന്ന് ചോദിച്ചു. ഞാൻ വരാമെന്ന് പറഞ്ഞു. അതും ഭാസ്കരൻ ചോദിച്ചു, അല്ലടെ സുധേഷ് നീ പോകുന്നില്ലേന്ന് ചോദിച്ചു. അത് പിന്നെ ഞാനിപ്പോൾ എങ്ങനെയാ, എനിക്ക് തിരക്കുണ്ട്, എനിക്ക് ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ ശരി മരുമൻ വരണ്ട, മരുമനോട് നിന്നോ, നമ്മൾ ജോലിയൊന്നും ഒരിക്കലും കളയാൻ പാടില്ലെന്ന് പറഞ്ഞു. സുഭാഷ് പറഞ്ഞു, എടാ നിനക്ക് 2 ദിവസം നിൻ്റെ ഓണറോടൊന്ന് വിളിച്ച് പറഞ്ഞൂടെ വരാൻ പറ്റില്ലെന്ന്. സുധീഷ് പറഞ്ഞു, ശരി ഞാൻ വിളിച്ചു പറഞ്ഞോളാം, എന്നിട്ട് ഞാൻ പോന്നോളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജുവിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അങ്ങനെ ഒടുവിൽ പെട്ടെന്ന് തന്നെ സുധീഷും പോയി സുധീഷിനെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം. ആ സമയം ഹരീഷും കൂടെ വന്നു. ഹരീഷിനോട് സുധീഷ് പറഞ്ഞു, ഇതെന്തോ ട്രാപ്പാന്ന് തോന്നേ, അവളെ തനിച്ച് കൊണ്ടാവാനുള്ള പുറപ്പാടായിരുന്നു, എന്തായാലും ഞാനും കൂടെ പോകാമെന്ന് പറഞ്ഞു. ഹരീഷ് പറഞ്ഞു, അത് ശരിയാ, അതൊരു നല്ല കാര്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ അവരോടൊപ്പം സുധീഷും കൂടെ പോകുന്നുണ്ട്. പോയി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായിരുന്നു നികേഷിനൊക്കെ. നിധി അടുത്തില്ലല്ലോ എന്നൊരു സങ്കടം. ഇനിയിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്? 1 ആഴ്ച എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 ആഴ്ച
നിധി അടുത്തില്ലല്ലോ, അപ്പോൾ ആകെപ്പാടെ ബോറടി ആയിരിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു നികേഷിനൊക്കെ. അതുപോലെ തന്നെയായിരുന്നു സുഭാഷിനൊക്കെ വിഷമമുണ്ടായിരുന്നു. പോകുന്നതിന് മുമ്പ് ഭാസ്കരൻ കുറച്ച് കടികളും കാര്യങ്ങളും, അതായത് ചെറുകടികളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വണ്ടിയിൽ കഴിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഭാസ്കരൻ്റെ സ്നേഹമൊക്കെ നിധി ആ സമയത്ത് തിരിച്ചറിയുന്നുണ്ടായിരുന്നു, എത്രമാത്രം കാര്യത്തോടെ ഇവരൊക്കെ തന്നെ നോക്കണേന്ന്. ഒടുവിൽ അങ്ങനെ പോകുന്ന വഴിക്ക് രാജീവൻ ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറഞ്ഞു. ഡ്രൈവർ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും ഡ്രൈവറെ വിളിച്ചുകൊണ്ട് രാജീവൻ അങ്ങോട്ട് പോയി. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും രാജീവൻ അങ്ങോട്ടേക്ക് വന്ന് ഡ്രൈവറെ ബസ് കയറ്റി വിട്ടാ വരുന്നത്. സുധീഷിനോട് വണ്ടി എടുക്കാൻ പറഞ്ഞു. അതെന്തിനാ ഇപ്പം സുധീഷ് വണ്ടി എടുക്കണമെന്ന് നിധി ചോദിച്ചു. അത് പിന്നെ മോളെ, നമ്മുടെ കുടുംബകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ആ ഡ്രൈവർ കേൾക്കൂലേ, അത് ശരിയല്ലല്ലോ, അതുകൊണ്ടാന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. പിന്നീട് നിധിയുടെ അടുത്ത് രാജീവനിരുന്നു. നിധിയെ ചേർത്ത് പിടിക്കണം. ഇതൊക്കെ സുധീഷിനെ കാണിക്കണം. സുധീഷിനാണ് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. കാരണം നിധിയോടൊപ്പം അടുത്തിരുന്നത് യാത്ര ചെയ്യാൻ കിട്ടിയ അവസരമാണ്. അയാളത് കുളവാക്കി. ഒടുവിൽ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഹേമയ്ക്കൊക്കെ. കാരണം നിധിയും കൂട്ടി വരുമെന്ന് പ്രതീക്ഷയില്ലല്ലോ. ഒടുവിൽ ആരതിയൊക്കെ എടുത്ത് ഒഴിയുന്നുണ്ട്. അത് കണ്ടുകഴിഞ്ഞപ്പോൾ അരുണിന് നല്ല ദേഷ്യം വന്നു. കാരണം അവരുടെ വീടിൻ്റെ പടി കിടക്കാൻ പോലും യോഗ്യത ഇല്ലാത്തവൻ ഒരുത്തരാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. തൻ്റെ പെങ്ങളുടെ ഭർത്താവായിട്ട്. അത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ അരുണിനുണ്ടായിരുന്നു. ആ സമയത്ത് അവനതൊന്നും പുറത്ത് കാണിച്ചില്ല. പിന്നീട് നിധിയെ കെട്ടിപ്പിടിച്ച് ഹേമ കരയുന്നുണ്ട്. എന്നാലും എൻ്റെ മോളെ, നീ തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു സമാധാനമായത്, എനിക്ക് എത്രമാത്രം വിഷമമായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഒടുവിൽ അവിടെ നിധിക്ക് വേണ്ടിയിട്ട് വലിയൊരു സദ്യ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിധിക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ആയിരുന്നു തയ്യാറാക്കി വെച്ചിരുന്നത്. കഴിക്കാൻ വിളിച്ചു. സുധീഷൻ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിധിക്ക് വേണ്ടിയിട്ട് വെറൈറ്റി മീനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. രാജീവും പറയുകയും ചെയ്തു, മോൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മോള് വയറ് നിറച്ച് കഴിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ്. എന്നിട്ട് സുധീഷിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും. സുധീഷിനാണ് കഴിക്കണമെന്ന് പോലും ഉണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. കഴിപ്പെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നിധിയേയും കൂട്ടി ഹേമ അപ്പുറത്തേക്ക് പോയി. സംസാരിക്കാനുണ്ടല്ലോ കുറേ കാര്യങ്ങൾ. അങ്ങനെ പോയിരുന്ന് സംസാരിക്കുകയാണ് നിധി ഹേമ എല്ലാവരും കൂടെ ചേർന്നിട്ട്. ഈ സമയം സുധീഷിന് ഭയങ്കര ബോറടിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സുധീഷ് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അരുണും രാജീവിനും അങ്ങോട്ട് വന്നു. അവരൊന്നിട്ട് ഞാൻ എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചു. പുറത്തേക്ക്, ഇവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞു. വേണ്ട സാരമില്ല, ഞാൻ പുറത്ത് വരുന്നാളെന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കാൻ വന്നു ഞാൻ പറഞ്ഞു, അവിടെയല്ല, സെറ്റിയല്ലല്ലേ ഇരിക്കണം, നിലത്തിരിക്കാൻ പറഞ്ഞു. നിലത്താ? അതെ, നിലത്തിരിക്കാൻ പറഞ്ഞു. എടാ, ഈ വീടിൻ്റെ പടി കയറാൻ യോഗ്യത ഇല്ലാത്തവനല്ലേ നീ, എന്നിട്ട് നീ ഇവിടെ വന്ന് കയറി ഇരിക്കുന്നോന്ന് ചോദിച്ചു സെറ്റിയാ ഞങ്ങളോടൊപ്പം. രാജീവ് പറഞ്ഞു, അങ്ങനെയൊന്നും പറയില്ലടാ മോനെ, അവൻ നമ്മുടെ മോളുടെ ഭർത്താവല്ലേ, ഒന്നുമല്ലേലും മരുമോനല്ലേന്ന് ചോദിച്ചു. മരുമോൻ? അച്ഛൻ മിണ്ടരുത്, മരുമോനെ ഞാൻ പറയണില്ല എന്നൊക്കെ പറഞ്ഞു. സുധീഷിന് മനസ്സിലായി തന്നെ ഇവിടെ ഇട്ട് ഇഷ പരപ്പിക്കാനുള്ള പുറപ്പാടാണ് ഇവരുടേന്ന്. നേരത്തിരിക്കാൻ സുധീഷ് ഒട്ടും കൂട്ടാക്കില്ല. സുധീഷ് എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോന്നു. പുറത്തു വന്നിരിക്കുമ്പോഴത്തേനും രാജീവിനൊക്കെ വന്നു. അയ്യോ എൻ്റെ മരുമോൻ ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ എങ്ങനെ ശരിയാന്നേ, മരുമോൻ അകത്തേക്ക് തന്നെ വാ എന്ന് പറഞ്ഞിട്ട് ബലമായിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. മരുമോൻ ഇവിടെ ഇരുന്നാൽ മതി, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും കാണിക്കണ്ടെന്ന് പറഞ്ഞു. അരുൺ പറഞ്ഞു, ഡൈനിങ് ടേബിളിൽ ഞങ്ങളോടൊപ്പം കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വിറഞ്ഞ് കയറിയതാ. ആ ഫുഡ് എടുത്ത് ഇവൻ്റെ മോന്തയ്ക്ക് എറിയാൻ തോന്നിയതാ. പക്ഷേ ഞാൻ സൈറ്റ് ക്ഷമിച്ചു വെച്ചാൽ പോയത്, എന്ത് ചെയ്യാൻ പറ്റും. അവനവിടെ അടുക്കളപ്പുറത്ത് നിലത്തിരിന്ന് കഴിക്കുന്നവൻ അവൻ്റെ വീട്ടിൽ. എന്നിട്ടാണ് ഇവനിവിടെ കയറി ഇവിടെ വന്ന ഡൈനിങ് ടേബിളിലൊക്കെ കയറി ഇരിക്കണേ. നിർത്തി അങ്ങോട്ട് അപമാനിക്കുകയാണ് സുധീഷിനെ. ഒടുവിൽ പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു. സുധീഷിന് വേറെ നിവൃത്തിയില്ലായിരുന്നു. ഒരു പക്ഷേ ഇവിടെ നിന്ന് താൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിധിനെ അത് വേദനിപ്പിക്കും. നിധി എത്രമാത്രം തൻ്റെ അച്ഛനെയൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം സുധീഷിനറിയാം. അപ്പോൾ നിധിക്ക് വേണ്ടിയിട്ട് കുറച്ച് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയാൽ മതിയാവുള്ളൂ. ഒടുവിൽ അങ്ങനെ എന്ത് ചെയ്തു, സുധീഷ് അവിടെ ഇരിക്കണം. അപ്പോഴാണ് നിധി അങ്ങോട്ടേക്ക് വരുന്നത്. നിധിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അരുണും രാജീവനും ടാക്ക് മാറ്റി. എൻ്റെ പൊന്നെ, ഇവൻ്റെ ഒരു കാര്യം ഇവൻ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ടോ, നിലത്തിരുന്ന്. എഴുന്നേക്ക് മോനെ, ഇനി നിലത്തിരിക്കണ്ടെന്ന് പറഞ്ഞു. നിധി വന്ന് ചോദിച്ചു, എന്താ സുധീഷ് നിലത്തിരിക്കണം എന്താ? അത് പിന്നെ ഇവൻ്റെ കോളേജ് ലൈഫ് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മുന്നിൽ പറയുമായിരുന്നു. അവനവിടെ ഓരോ കാര്യങ്ങളൊക്കെ കളിച്ചതും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ അവൻ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതാ നിലത്തിരുന്നേന്നൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ച് സംശയമൊന്നും നിധിക്ക് തോന്നിയതുമില്ല. അങ്ങനെ കുറേ സമയം കൂടെ കഴിഞ്ഞു പോയി. പിന്നീട് രാത്രിയായി കഴിയുമ്പോൾ കിടന്നുറങ്ങണമല്ലോ. അപ്പോൾ എവിടെ കിടത്തും സുധീഷിനെ എന്നൊരു ചിന്തയിലായിരുന്നു രാജീവനും അരുണും കൂടെ. ഒടുവിൽ അരുൺ രാജീവനോട് പറഞ്ഞു, ഒരു കാരണവശാലും നിധിയുടെ മുറി കിടത്തില്ല അച്ഛാന്ന് പറഞ്ഞു. ഇല്ല മോനെ, കിടത്തില്ല. അവനെ കിടത്തേണ്ട എവിടെയാണെന്ന് വെച്ചാൽ ഡ്രൈവർക്ക് വേണ്ടി ഒരു ചെറിയ മുറിയുണ്ടല്ലോ, അവിടെ കിടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അത് ശരി, അവിടെ കിടത്താം. സുധീഷ് ഇത് കേട്ടു. ഓഹോ, അപ്പം അങ്ങനെയാണല്ലേ, അങ്ങനെയാണ് പണി കൊടുത്തിട്ട് തന്നെ കാര്യം. തന്നെ അവിടെ കണ്ട കിടത്താനല്ല, താഴ്ന്ന് കിടക്കുന്നുണ്ട് നിധിയുടെ മുറിയിൽ തന്നെയായിരിക്കും കിടക്കുന്നത്.
അവിടുത്തെ അവളുടെ മുറിയിൽ ആ ബെഡേൽ ചിന്തിച്ചപ്പോൾ തന്നെ കുളിരൂരി. എത്ര നാളത്തെ ആഗ്രഹം അവളോടൊപ്പം ഒരേ മുറി കിടക്കാന്നുള്ള. ഒന്നുമില്ലല്ലേ അവളെ കണ്ടുകൊണ്ടെങ്കിലും ഇരിക്കാലോ. ആ ഒരു സന്തോഷമായിരുന്നു സുധീഷിന്. ഒടുവിൽ സുധീഷ് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങോട്ട് വന്നു. മരുവൻ വന്നോ എന്നൊക്കെ ചോദിച്ചു. ആ സമയത്താണ് നിധിയും കൂടെ വരുന്നത്. നിധി വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുധീഷ് എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വായക്കെട്ടൊക്കെ വിടുവാണ്. നിധി പറഞ്ഞു അതിലെന്താ മുറിയിൽ പോലും ഉറങ്ങാലോ എന്ന് പറഞ്ഞു. അരുൺ പറഞ്ഞു അല്ല പിന്നെ അത് പിന്നെ നിധി ഒരു കാര്യം ചിലപ്പോഴേ മുറി ഏതെന്നാ എനിക്ക് അറിയത്തില്ല എന്ന് ഓർത്തിട്ടായിരിക്കും ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന്. എനിക്ക് മുറിയൊക്കെ അറിയാം, നിധിയുടെ മുറിയൊക്കെ ഞാൻ കണ്ടായിരുന്നു പറഞ്ഞു. അല്ല അത് പിന്നെ സുധീഷേ പേടിക്കൊന്നും വേണ്ട, ഞാനേ പുറത്തേക്കൊന്നും ഇറങ്ങി പോകുന്നില്ല, വേറൊരിടത്തും പോയി കിടക്കത്തൊന്നുമില്ല, നിധിയുടെ മുറി മാത്രമേ കിടക്കുള്ളൂ. ഇവർക്ക് വല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നേ എന്നൊക്കെ ഇങ്ങനെ സുധീഷ് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജീവിൻ്റെ അവൻ്റെയൊക്കെ മുഖം മാറിപ്പോയരുണ്ടേ. നിധിയുടെ മുറി കിടത്തില്ലെന്ന് കരുതിയിരുന്ന പക്ഷേ എങ്കിലോ ഇവരാണെങ്കിലോ തങ്ങൾക്കൊരു മുഴം മുമ്പേ എറിഞ്ഞിരിക്കുന്നു, അത് പാടില്ലല്ലോ. രാജീവൻ പറഞ്ഞു അത് ആ മുറി കിടക്കാന്ന് പറഞ്ഞാൽ എന്താ ആ മുറി കിടന്നാൽ ഒരു കാര്യം ചെയ്യുക, നീ കുറച്ച് സമയം കൂടെ വർത്താനം പറഞ്ഞിരുന്നിട്ട് വന്നാൽ മതി, അച്ഛനെയും ചേട്ടനെയൊക്കെ കുറേ നാൾക്ക് ശേഷം കാണുന്നല്ലേ, ഞാൻ മുറിയിലുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. നിധി പറഞ്ഞ ഷീറ്റൊക്കെ വേറെ വേണ്ടെന്നേ, ആ ഷീറ്റൊക്കെ മതി, ഞാൻ മുറി പോയി കിടന്നോളാം, നിധി അങ്ങോട്ടേക്ക് വന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ അവർക്കിട്ട് രണ്ടുപേർക്കിട്ട് പണി കൊടുത്തിട്ട് സുധീഷ് നേരെ നിധിയുടെ മുറിയിലേക്ക് വന്നു. മുറി കണ്ടു കഴിഞ്ഞപ്പോൾ സുധീഷ് അന്തം വിട്ടുപോയി. എത്ര വലിയ മുറിയാ, എന്ത് ഭംഗിയാ, ഈ മുറിയുടെ വലിപ്പം തന്നെ ഉണ്ടല്ലോ, എത്ര വലുതാന്നൊക്കെ ഒന്ന് സുധീഷ് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണം. എ സിയുടെ തണുപ്പും കാര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. രാജീവനും അരുണും പെട്ടുപോയി. ഇനി എന്ത് ചെയ്യും, നിധിക്കൊരു സംശയം തോന്നാൻ പാടില്ല, അതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ പണ്ടേ അവനെ അവിടെ നിന്ന് അടിച്ചിറക്കിയാണ്. പക്ഷെ അതും ചെയ്യാൻ പറ്റില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ നിധി അങ്ങോട്ടേക്ക് വന്നു. നിധി വന്നിട്ട് ചോദിച്ചു എങ്ങനെ മുറിയൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. പിന്നെ അല്ലാതെ മുറിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിനക്കറിയാവുന്നല്ലേ നിധി അവിടെ എങ്ങനെയാന്ന്, മുറിക്കൊക്കെ എന്ത് നല്ല സ്മെല്ലാ, നന്നായിട്ട് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു പറഞ്ഞു. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ നിലത്ത് കിടന്നോളാം സുധീഷ് പറഞ്ഞു. അങ്ങനെ ഒരു ചെറിയ ബെഡ് എടുത്തിട്ടിട്ട് സുധീഷ് നിലത്ത് കിടക്കുകയാണ്. എന്നാലും ഭയങ്കര സുഖമാണ് സുധീഷിന്, നിധിയെ കണ്ടുകൊണ്ടിരിക്കാലോ. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അവർ കുറേ സമയം സംസാരിക്കുന്നുണ്ട്. നിധി ബെഡേലും സുധീഷ് താഴെ ഒരു ബെഡിട്ട് അത്തേലുമാണ് കിടക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം അവരുടെ മനസ്സ് തുറന്ന് അവർ സംസാരിക്കുന്നുണ്ട്. സുധീഷിനിട്ട് പണി കൊടുക്കാൻ വിളിച്ചുകൊണ്ട് വന്നാണെങ്കിലും ഒടുവിൽ സുധീഷിന് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുവാണ് നിധിയോടൊപ്പം ഒന്നിച്ചൊരു മുറി കിടന്നുറങ്ങാനായിട്ടുള്ള. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു. നന്ദി.